നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ ഹെയ്ത്തിക്കെതിരെ മികച്ചൊരു വിജയം സ്വന്തമാക്കിയതിൻ്റെ സന്തോഷത്തിലാണ് ബ്രസീലിയൻ ആരാധകർ. ആദ്യ പകുതി വളരെ വളരെ മികച്ചതായിരുന്നു. 3 ഗോളുകളും പിറന്നത് ആദ്യ പകുതിയിലാണ്. രണ്ടാം പകുതിയിൽ പക്ഷേ ബ്രസീൽ ഗെയിം കൺട്രോൾ ചെയ്തു എന്നാണ് ആഞ്ചലോട്ടിയുടെ വിലയിരുത്തൽ. എന്നാൽ ഹെയ്ത്തി നന്നായി കളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ബ്രസീലിന് പിന്നെ ഗോളുകൾ നേടാനും കഴിഞ്ഞില്ല. ഏതായാലും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു ക്ലീൻ ഷീറ്റ് നേടിയിരിക്കുന്നു ബ്രസീൽ കുറേ കാലത്തിന് ശേഷം. ഇപ്പോൾ നമ്മൾ ബ്രസീൽ ടീമിൻ്റെ ഓരോ പ്ലേയേഴ്സിൻ്റെയും പ്രകടനം ഒന്ന് വിലയിരുത്തുകയാണ്. ആലിസൺ ബക്കറുടെ ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഗെയിമുകളിൽ ബ്രസീലിയൻ ഗോൾ കീപ്പർമാർക്കെതിരെ എന്തെങ്കിലും വിമർശനങ്ങളുമൊക്കെ ആയിട്ട് പലരും വരാറുണ്ട്. പക്ഷേ ഇത്തവണ ആലിസൺ നന്നായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു സേവ് ഒരു കോർണർ കിക്കിന് ശേഷം നടത്തുകയുണ്ടായി. ഹെയ്റ്റിക്ക് സ്കോർ ചെയ്യാനുള്ളൊരു അവസരം എന്ന രൂപത്തിൽ. പിന്നെ ഒരു ലോങ് റേഞ്ച് ഷോട്ടുകൾ അദ്ദേഹം തടയുകയുണ്ടായി. അദ്ദേഹത്തിന് ഇൻവോൾവ് ആവേണ്ട ഘട്ടത്തിൽ നല്ല രൂപത്തിൽ തന്നെ ആലിസൺ ബക്കർ ഇന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 10ൽ 6.5 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. ഡാനിലോ വലത് വിങ്ങിൽ കളിച്ച ഡാനിലോ ഡിഫൻസിന് അദ്ദേഹം നല്ല രൂപത്തിൽ സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട്. വിങ് ബാക്ക് എന്ന രൂപത്തിൽ ഡിഫൻസിൽ അദ്ദേഹം കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു. അതുപോലെ തന്നെ ചില ഘട്ടങ്ങൾ അദ്ദേഹം അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസ്ക് എടുക്കുകയും ചെയ്തു. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്പണൻസ് ഇത്തിരി വീക്കായിരുന്നു. പക്ഷേ ഡാനിലോ വളരെ എഫക്റ്റീവ്ലി തന്നെ ആ ഒരു പൊസിഷൻ വിൻ ചെയ്തിട്ടുണ്ട്. സോ ഇബാനസിന് പകരം അദ്ദേഹം തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വേണം കരുതാൻ. അദ്ദേഹത്തിന് 10ൽ 6. മാർക്കിഞ്ഞോസ് വളരെ കാം ആൻഡ് അൺഇവൻഫുൾ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ്. കാരണം പ്രത്യേകിച്ചൊന്നും അദ്ദേഹത്തിന് അവിടെ ചെയ്യാനുണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. ഏതായാലും കുറച്ചുകൂടി ഡിഫെൻസീവ്ലി ആണ് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അങ്ങനെ അങ്ങ് അദ്ദേഹം മുന്നോട്ട് കയറാൻ ശ്രമിച്ചില്ല. സെൻറ്റർ ബാക്കാണ്. ചിലപ്പോൾ മാർക്കിഞ്ഞോസിൻ്റെ സ്വഭാവം വെച്ച് ഇടയ്ക്ക് മുന്നോട്ട് കയറാറുണ്ട്. അത് ചെയ്തിട്ടില്ല. അപ്പം 10ൽ 6 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. ഗബ്രിയേൽ മഗല്ലസ് തീർച്ചയായിട്ടും അതേപോലെ തന്നെ നമ്മുടെ മാർക്കിഞ്ഞോസിനെ പോലെ തന്നെയുള്ളൊരു പെർഫോമൻസ് ആണ് നടത്തിയത്. ചില പാസിംഗ് എറേഴ്സ് സംഭവിച്ചിട്ടുള്ളത് ശരിയാണ്. ഒരു അറ്റാക്ക് ബിൽഡ് ചെയ്യുന്ന ഘട്ടത്തിൽ പാസിംഗ് എറേഴ്സ് സംഭവിച്ചിട്ടുണ്ട്. എന്നാലും ഒരു കാം പെർഫോമൻസ് ആണ് ആർസണൽ ഡിഫൻഡറുടെ ഭാഗത്തു നിന്നും വന്നത്. ഇടയ്ക്ക് ചില പരിക്കിൻ്റെ ഒരു തോന്നലൊക്കെ ഉണ്ടായി. പക്ഷേ അതില്ലാതെ തന്നെ അദ്ദേഹം പിന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 10ൽ 6 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. ഡഗ്ലസ് സാന്റോസ് തീർച്ചയായിട്ടും അദ്ദേഹം മറ്റ് ഡിഫൻഡർമാരെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും അറ്റാക്കിലേക്ക് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള റിസ്ക് അദ്ദേഹം എടുത്ത് മുന്നോട്ട് പോയിട്ടുമുണ്ട്. പക്ഷേ ആ ഭാഗത്ത് കൃത്യമായിട്ട് വിനി ജൂനിയർ ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡിഫെൻസീവ് സോളിഡിറ്റി എന്തായാലും ഓഫർ ചെയ്തിട്ടുണ്ട് ഡഗ്ലസ് സാന്റോസ് തന്നെ പറയാം. ലെഫ്റ്റിൽ അദ്ദേഹം തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ഫീൽ ഉണ്ടാക്കി. 10ൽ 6. കാസമിറോ അദ്ദേഹത്തിൻ്റെ ആദ്യ കളിയിൽ ഹെവിലി ക്രിട്ടിസൈസ്ഡാണ്. പക്ഷേ കാരണം ആ കളിയിൽ അദ്ദേഹം നമുക്കറിയാമല്ലോ നല്ല മോശം പ്രകടനമാണ് നടത്തി. ഇന്നും എന്ന് പറഞ്ഞാൽ അത്ര ഒരു മികവിലേക്ക് പോയി എന്ന് പറയാൻ പറ്റൂല. എന്നാലും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഹെയ്ത്തി ടീമിൻ്റെ കാര്യത്തിൽ അവർ വലിയ രൂപത്തിലുള്ളൊരു അറ്റാക്ക് നടത്തിയിട്ടില്ല. സെക്കൻഡ് ഹാഫിൽ ചില ശ്രമങ്ങളൊക്കെ നടത്തിയെന്നല്ലാതെ. അപ്പം 10ൽ 6 കാസമിറോയുടെ റേറ്റിംഗ്. ബ്രൂണോ ഗുയിമാറസിൻ്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കംഫർട്ട് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ മധ്യനിരയിൽ പതിയെ തിരികെ പിടിക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബ്രസീൽ കളിക്കുന്ന ഒരു വിത്തൗട്ട് ട്രഡീഷണൽ നമ്പർ 10 ഇല്ലാതെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതലായിട്ട് കളി ഡിക്റ്റേറ്റ് ചെയ്യാൻ സഹായിക്കേണ്ട ആൾ ബ്രൂണോ ഗുയിമാറസ് ആണ്. ആ ഒരു പാസും അതുപോലെ തന്നെ അസിസ്റ്റിങ്ങും ഒക്കെ കൊടുക്കേണ്ട അദ്ദേഹമാണ്. സോ അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ ഈ കളി ചെയ്തിട്ടുണ്ട്. 10ൽ 6.5. ലൂക്കാസ് പക്വേറ്റ ഈ മത്സരത്തിൽ മൊറോക്കോക്കെതിരെ കളിച്ചതിനേക്കാൾ എത്രയോ ബെറ്ററായിട്ട് അദ്ദേഹം കളിച്ചു. അദ്ദേഹത്തിന് മൂവ് ചെയ്യാനുള്ളൊരു ഫ്രീഡം ആഞ്ചലോട്ടി കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ബോൾ നല്ല രൂപത്തിൽ അദ്ദേഹം വിൻ ബാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അറ്റാക്കിംഗ് ഹാഫിൽ അദ്ദേഹം കൃത്യമായ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നുണ്ടായിരുന്നു. വിനിക്കൊരു ബ്യൂട്ടിഫുൾ അസിസ്റ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 10ൽ 6.5 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. സോ പക്വേറ്റ മികവ് കാണിച്ചു. മാത്യസ് കുഞ്ഞ ഈ ഒരു രാത്രിയിലെ സ്റ്റാർ എന്ന് വിളിക്കാവുന്ന ഒരു താരം. അദ്ദേഹത്തിൻ്റെ 2 ഗോളുകളും അദ്ദേഹത്തിൻ്റെ കൃത്യമായ പൊസിഷനിങ്ങിൻ്റെ ഒരു ഫലമായിട്ടുണ്ടായതാണ്. അതുപോലെ തന്നെ ചിലപ്പം അദ്ദേഹത്തെ അൺഫെയർലി പലരും മോശമായിട്ട് ജഡ്ജ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അദ്ദേഹം ഒരു ട്രഡീഷണൽ നമ്പർ 9 അല്ലല്ലോ. പക്ഷേ അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി അദ്ദേഹം വളരെ ഭംഗിയായിട്ടും കൃത്യമായിട്ടും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 7.5. പിന്നെ റാഫീഞ്ഞ അദ്ദേഹം ആദ്യ ഘട്ടങ്ങളിലൊക്കെ അറ്റാക്കിൽ ഇൻവോൾവ് ആയിരുന്നു. നല്ല അവസരങ്ങൾ ലഭിച്ചു. ഗോളാക്കാൻ പറ്റിയതുമില്ല. പിന്നെ ഒരു ഗോൾ അടിച്ചതാണെങ്കിൽ ഡിസലൗഡ് ആവുകയും ചെയ്തു. ചില ഘട്ടങ്ങളിൽ അദ്ദേഹം വളരെ പുവറായിട്ട് ഫിനിഷ് ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായി. ഏതായാലും അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ അദ്ദേഹം ഓഫ് സൈഡ് ആകുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. പിന്നെ പരിക്കേറ്റ് പുറത്തു പോവുകയും ചെയ്തു. 10ൽ 5.5 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. അദ്ദേഹത്തിൻ്റെ പരിക്ക് ഒരല്പം ആശങ്കാജനകമാണ് എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചന. വിനി ജൂനിയർ മറ്റൊരു വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ഇൻക്രെഡിബിൾ ആയിട്ടുള്ള പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്ന് വരുന്നു. തീർച്ചയായിട്ടും ഒരു ഗോളും അസിസ്റ്റുമായിട്ട് അദ്ദേഹം മികവ് കാണിച്ചു. ടീമിൽ
ഈ വേൾഡ് കപ്പിൽ ഏറ്റവും നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നയാൾ വിനി ജൂനിയർ തന്നെയാണ്. എന്തായാലും 7.5 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. പെർഫെക്റ്റ് പെർഫോമൻസ് ആണ്. ദെൻ റയാൻ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് റാഫിഞ്ഞയ്ക്ക് പകരമാണ് വന്നത്. ഫസ്റ്റ് ഹാഫിൽ തന്നെ അദ്ദേഹം ഇറങ്ങി. എന്തായാലും അദ്ദേഹം മോശമല്ലാത്ത രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ കാര്യങ്ങൾ ഫിനിഷ് ചെയ്യുന്ന കാര്യത്തിൽ പുറകോട്ട് പോയി. 10-6 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. മാർട്ടിനെല്ലി അദ്ദേഹത്തിൻ്റെ യൂഷ്വൽ പൊസിഷനിൽ വൈഡ് ലെഫ്റ്റിൽ അദ്ദേഹം കളിച്ചു. അവിടെ വിനി ഉണ്ടായിരുന്നു. വിനിയെ കുറച്ചുകൂടി സെൻറ്ററിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ക്വിക്ക് കൗണ്ടർ അറ്റാക്കിൽ അദ്ദേഹം ഡേഞ്ചർ ഉണ്ടാക്കുന്നു. എന്തായാലും നല്ല രൂപത്തിൽ സെക്കൻഡ് ഹാഫിൽ ബ്രസീലിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് മാർട്ടിനെല്ലി എന്നുള്ളത് വീണ്ടും തെളിയുകയാണ്. 10-6 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. എൻട്രിക്ക് അദ്ദേഹത്തിൻ്റെ വരവ് തന്നെ ആരാധകർ വലിയ രൂപത്തിൽ ആകാംക്ഷയോടെ നിന്നാണ്. വലിയ ഒച്ചപ്പാടും ബഹളവും അദ്ദേഹം വരുമ്പോൾ ഉണ്ടാവുന്ന കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഹെയ്ത്തിയൻ ഡിഫൻസിനെ മറികടന്നുകൊണ്ട് അദ്ദേഹം ഗോളൊക്കെ അടിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഓഫ് സൈഡായി പോയി. പക്ഷേ അതിൽ അദ്ദേഹത്തിൻ്റെ ഫിനിഷിംഗ് മികവ് വളരെ കൃത്യമായിട്ടുണ്ട്. ഫസ്റ്റ് ടച്ച് തന്നെ ഫിനിഷ് ചെയ്യാനുള്ള കപ്പാസിറ്റി അത് ബ്രസീലിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. 10-6 റേറ്റിംഗ്. എഡേഴ്സൺ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നു. തീർച്ചയായിട്ടും കുറഞ്ഞ സമയം മാത്രം അദ്ദേഹം ടീമിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. ബട്ട് ലിറ്റിൽ ഇൻവോൾവ്മെൻറ്റ് മാത്രമാണ്. ഡാനിലോ സാന്റോസിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഫൈനൽ സ്റ്റേജിലാണ് വന്നത്. വളരെ കുറഞ്ഞ പാർട്ടിസിപ്പേഷനാണ്. അപ്പോൾ ഈ രണ്ടുപേർക്കും നമ്മൾ റേറ്റിംഗ് കൊടുക്കുന്നില്ല. സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബ്രസീലിയൻ ഫുട്ബോൾ ടീമിന് വേണ്ടി മോശമല്ലാത്ത പ്രകടനം പലരും കാഴ്ചവെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. രണ്ടാം പകുതിയിൽ കോച്ച് പറഞ്ഞ പോലെ മാച്ച് കൺട്രോൾ ചെയ്തു, സംശയമില്ല. പക്ഷേ ഡിഫൻസൊക്കെ ഒന്നുകൂടി ടൈറ്റ് ആക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഹെയ്ത്തി ആയതുകൊണ്ട് വലിയ പാടില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരൽപ്പം വറിയുകയാണ്. ശരിയാകുമ്പോഴും കളിയിൽ എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരും കോച്ചൊക്കെ ഉള്ളത്. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.